നമസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ നടന്നിരുന്ന കൈകൊട്ടിക്കളി, അതാണ് പിന്നെ തിരുവാതിരക്കളിയായി മാറിയത്. തിരുവാതിരയോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി ധാരാളം ഉണ്ടായി. ഇല്ലങ്ങളിലാണ് ഈ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിരക്കളി ധാരാളം കണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ശീലം. ഞാൻ എൻ്റെ അമ്മ ഇല്ലത്ത് പോയി കൈകൊട്ടി കളിക്കരുത് കളിക്കുക. അന്ന് പഴയ തരത്തിലെ പഴയ പദങ്ങളൊക്കെയാണ്. അത് കഥകളി സംബന്ധിച്ച് പറയാം. കഥകളിയിൽ അനവധി പദങ്ങൾ ഈ കൈകൊട്ടിക്കളിയിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നളചരിതത്തിൽ, കുചേലവൃത്തത്തിൽ. അങ്ങനെ ആ പാരമ്പര്യം ഇങ്ങനെ തുടങ്ങി. ഇന്നിപ്പോൾ കൈകൊട്ടിക്കളിക്ക് ഈ ഭയങ്കര പ്രശസ്തി വന്ന കാലം തന്നെയാണ്, സംശയിക്കേണ്ട. കാരണം ഞാൻ പറയാൻ കാരണം, കലാമണ്ഡലത്തിൽ തന്നെ അവിടെയുള്ള മോഹിനിയാട്ടം വിദ്യാർത്ഥികളെ കൈകൊട്ടിക്കളി പഠിപ്പിക്കാനായി കൊണ്ടൊരു ടീച്ചറെ ഉൾപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ഒരു കോച്ചിങ്. അവർ ഈ മോഹിനിയാട്ടം ഭരതനാട്യം പഠിച്ച ടീച്ചർമാരെ സംബന്ധിച്ച് കൈകൊട്ടിക്കളി രണ്ടാമത് പഠിക്കണ്ട എന്നുള്ള അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, പക്ഷേ അതിൻ്റെ തനതായ ശൈലി, തനിമ നിലനിർത്തുന്നതായ മൂവ്മെൻറ്റുകളെല്ലാം ഈ ഇല്ലങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങി വന്ന ഈ സമ്പ്രദായത്തിൻ്റെ ശൈലീ ശുദ്ധി ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കാനാണ് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറെ വെക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നു വെച്ചാൽ, ഗായത്രി നമ്പൂരി സഭ ഒറ്റപ്പാലം ആദ്രാമൃതം കൈകൊട്ടിക്കൽ സംഘം ഒരു സംരംഭം കുറിക്കുകയാണ്. മാർച്ച് 30 ശനിയാഴ്ച സീതാരാമസ്വാമി ക്ഷേത്രം പൂങ്കുന്നത്ത് വെച്ചിട്ട്. അത് വളരെ സന്തോഷം തോന്നി. ഈ കഥ രാമായണ കഥയിലൂടെയാണ് ഈ കൈകൊട്ടി കളി തുടങ്ങുന്നത്. ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ എഴുതിയത് ശ്രീമതി ഗൗരി വിഷ്ണു ആര്യമ്പിള്ളിയാണ്. അവരെഴുതിയത് ഇവരെല്ലാവരും കൂടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് കളിക്കുകയാണ്. ഈ രാമായണം അതൊരു പുതുമഴ. ഒരു കഥ മാത്രമായും കൊണ്ട് കളിക്കുന്നത്. കഥകളിയിലാണ് മഹാഭാരതം കളിക്കും, രാമായണം കളിക്കും, ഭാഗവതം കളിക്കും എന്നതുപോലെ മറ്റുള്ള കലാവിഷയങ്ങളിലൊന്നും അങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെ കളിക്കുന്നത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കൈകൊട്ടിക്കളി എന്നുള്ള ഈ സബ്ജക്റ്റ് ഒരു കഥ മാത്രത്തെ, രാമായണ കഥ മാത്രം എടുത്ത് കൈകൊട്ടിക്കളി രൂപമുണ്ടാക്കിയിട്ട് തുടങ്ങുന്നത്, അതും പൂങ്കുന്നത്ത് വെച്ചിട്ട് ശ്രീരാമൻ്റെ അമ്പലത്തിലായതുകൊണ്ട് വളരെ ഉത്തമമായി എന്ന് ഞാൻ പറയുന്നു. ആ സംഘത്തിനും അതിൻ്റെ കളിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ നന്ദി, സ്നേഹം. അത് വളരെ വിജയിക്കട്ടെ. ഈ പരിപാടി രാമായണ മാസങ്ങളിൽ ധാരാളം ആൾക്കാർക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും. ഇത് നല്ലൊരു സംരംഭമാണ്. സത്യമായിട്ടും എനിക്ക് ഇതൊരു വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് ഈ തുടങ്ങി വെച്ച ഈ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ എഴുതിയവർക്കും കളിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ചെണ്ടുകൾ